ഹായ് ഡീസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത്തവണയെ ഞങ്ങൾ കടമ്മക്കുടിക്ക് കറങ്ങാൻ പോകുന്നതാണ് കേട്ടോ. ചേട്ടൻ സൺഡേയിലെ വീഡിയോ ആണേ. വന്ന് ചേട്ടയ്ക്ക് ഓഫായിരുന്നു. അപ്പോൾ മിക്കപ്പോഴും ഞങ്ങൾ ഇങ്ങനെയൊക്കെ അവധിയൊക്കെ ഉള്ളപ്പം മിക്കപ്പോഴും ചെറായി ബീച്ചിലേക്ക് മിക്കപ്പോഴും പോകാറേ. ബാക്കി എല്ലായിടത്തും പോകാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഈവനിങ് എൻ്റർടൈൻമെൻറ്റിനായിട്ട് ചെറായി പോകാറ് കേട്ടോ. അപ്പോൾ അവിടെ പോയി സൺസെറ്റൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ വരാറ്. പക്ഷേ ഇത്തവണ വിചാരിച്ചു കടമ്മക്കുടിക്ക് പോയാലെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കടമ്മക്കുടിക്ക് പോണതേ. ഇത് നമ്മുടെ ചാവറച്ചൻ്റെ പള്ളിയാണ് കേട്ടോ. ഞാൻ ചാവറച്ചനെ വാഴ്ത്തപ്പെടുത്ത സമയത്ത് ഈ പള്ളി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഈ വഴി അങ്ങനെ നമ്മൾ വരാറില്ലേ. അപ്പോൾ ഇത്തവണ കടമ്മക്കുടിക്ക് പോകുന്നതുകൊണ്ട് വീണ്ടും ആ പള്ളിയിൽ നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രകൃതി ഭംഗിയെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനാട്ടെ. നമുക്ക് ഒന്ന് പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നും കേട്ടോ. അത്ര ഭംഗിയാണ് കേട്ടോ. ഈ എറണാകുളം ജില്ലയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നൊന്ന് കാണണം കേട്ടോ. അത്രയ്ക്ക് ഭംഗി കാണാട്ടെ. ശരിക്കും ഇത് എറണാകുളത്താണ്, പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഞങ്ങൾക്ക് 40 മിനിറ്റ് മതി കേട്ടോ. ഞങ്ങൾക്ക് എളുപ്പ വഴിയാണ് ഇത് പോകാനാട്ടെ. അപ്പോൾ വളരെ ഭംഗിയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് കേട്ടോ. അതുപോലെ നല്ല തിരക്കും ആൾക്കാരും ഉണ്ടായിരുന്നേ. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതേ വൈകിട്ട് നല്ല വെയിലൊക്കെ ആറി വരുന്നുണ്ട്. വെയിലൊക്കെ ആറിയ സമയത്ത് പോകണതാണ് നല്ലതേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിച്ചൊക്കെ വന്നിരിക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് അങ്ങനെ കടമക്കുടി എത്തി. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് കിടക്കാം കേട്ടോ. നമുക്ക് ആ സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സൈഡിൽ കപ്പലിൻ്റെ കടകളിൽ ചായ, സ്നാക്സ്, കടികൾ, ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളങ്ങ് വണ്ടി കുറേ അങ്ങ് മുമ്പോട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയത്. അതുമാതിരി റോഡ് ഫുള്ള് 2 സൈഡും ബ്ലോക്കാണ് കേട്ടോ. 2 സൈഡിലും വണ്ടികളൊക്കെ കിടക്കുവാണ്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി, ചായയൊക്കെ വാങ്ങി, പഴംപൊരിയും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങളുടെ സൈഡിൽ വന്നിരുന്നു കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ നല്ല റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എന്താ കണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കിയൊക്കെ. ശരിക്കും പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമേ. ഇത് ഇതിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ബോട്ടിങ് ഒക്കെ ഉണ്ടേ. ഞങ്ങളൊരു 4:45 മണിയൊക്കെ ആവാറപ്പോൾ വന്നതേ. അപ്പോഴേക്ക് സന്ധ്യയൊക്കെ ആയി തുടങ്ങി. ഈ സന്ധ്യ കൂടി ആയപ്പോഴേക്കും ഈ കായലിൻ്റെ ഭംഗി അങ്ങ് ഇരട്ടിച്ച് കൂടുകയാണ് കേട്ടോ. അപ്പോൾ അതേ കുറേ പ്രാവുകൾ ഇങ്ങനെ നിരന്ന് പറന്ന് പോകണം എൻ്റെ വീടെടുത്താണ്. അപ്പോൾ അത് സൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൂസബിയും ഒന്ന് കളിക്കുകയും ഒന്ന് ഊഞ്ഞാലാടുകയൊക്കെ ചെയ്തതാണ് കേട്ടോ. സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും നമ്മുടെ കടമക്കുടി കായലിൻ്റെ ഭംഗി ഇരട്ടിക്കുകയാണ് കേട്ടോ. അത്ര ഭംഗിയാണ്. നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല പ്രകൃതി രമണീയം മറ്റൊരു ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത്ര ഭംഗിയാണ് കേട്ടോ. അപ്പം എവിടെയുള്ളവരാണെങ്കിലും വന്നൊന്ന് കാണണം ഈ എറണാകുളം ജില്ലയിൽ കേട്ടോ. അത്ര ഭംഗിയാണ്. നമുക്ക് ആസ്വദിക്കാനാണെങ്കിൽ വളരെ റിലാക്സ് ആകാനൊക്കെ ആട്ടെ. പിന്നാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ വഴികളാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോകാനുള്ള ചെറിയൊരു വഴികളാണൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ 2 സൈഡിലും പിന്നെ കായലാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനും നല്ലൊരു സൈറ്റാണ് കേട്ടോ. നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത്രമാത്രം ആൾക്കാർ തിരക്കുമുണ്ട് കേട്ടോ. അത്രമാത്രം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴൊക്കെ ഈ സന്ധ്യയായി ഇരുട്ടായി തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചിങ്ങനെ ഇറങ്ങുവാണേ. ഇത്രയും ദൂരം വരെ ഈ കടമക്കുടി ഇവിടം വരെ എറണാകുളം വരെ വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഞാൻ പ്രത്യേകം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോഴേക്കും എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോഴൊക്കെ ലൈറ്റ് വെട്ടങ്ങളുടെ വെട്ടവും ഒക്കെയാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു കപ്പലിനെയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം കേട്ടോ. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ ആൾക്കാരും തിരിച്ചു പോകാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകണ വഴിക്ക് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് കടികളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. മുട്ട ബജിയും മുളക് ബജിയും ഒക്കെ ആയിട്ട് വാങ്ങിച്ച് കഴിച്ചേ. അപ്പോൾ നമ്മൾ വീടൊക്കെ എത്താറായി. ഇതാണ് മാഞ്ഞാലി പാലം കേട്ടോ. മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നല്ലൊരു ഫേമസ് ആണ് കേട്ടോ. നല്ല ബിരിയാണിയാണ്. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.